സാമ്പാർ പൊടി ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് പോയി കാണാം കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു ഷോർട്ട് വീഡിയോ ആണ്. സാമ്പാർ പൊടിക്ക് വേണ്ടിയിട്ട് കുറച്ച് മല്ലി, അതുപോലെ കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, ഉലുവ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും എല്ലാം നന്നായിട്ടൊന്ന് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചീനച്ചട്ടിയിൽ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മല്ലിയും ഇതൊക്കെ കഴുകിയാൽ അതിൽ ചളിയൊക്കെ എന്തെങ്കിലും പോയി കിട്ടും. അതുകൊണ്ടാണ് അത് കഴുകിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കുന്നത്. ഒരു തവണ വാങ്ങിയ മല്ലിയിൽ നല്ല ചളി ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ എനിക്ക് കിട്ടിയ മല്ലിയിൽ അധികം അങ്ങനെ ചളിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും കഴുകി ഉണക്കി ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞു തന്നിട്ടുള്ള കൂട്ട് വെച്ചിട്ടാണ് ഞാൻ സാമ്പാർ പൊടി ഉണ്ടാക്കുന്നത്. ഇതിനു മുൻപ് ഞാൻ സാമ്പാർ പൊടി ഉണ്ടാക്കിയിട്ട് അത്യാവശ്യം സെയിൽ ചെയ്തു കേട്ടോ. അതേപോലെ 1-2 തവണയാണ് അതുപോലെ പൊടിപ്പിച്ചിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് വയ്യാതെ ആയപ്പോൾ ഞാനത് നിർത്തി. സെയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ലാർജ് സ്കെയിലൊന്നുമല്ല, അത്യാവശ്യം നമ്മുടെ അടുത്തുള്ള ആൾക്കാരും ഒക്കെ വാങ്ങി അങ്ങനെ നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ചേച്ചിയുടെ സാമ്പാർ പൊടിയുടെ കൂട്ട് ഭയങ്കര ഇഷ്ടമാണ്. പാക്കറ്റിൽ വാങ്ങിക്കുന്ന പൊടിയെക്കാട്ടിലൊക്കെ നല്ല സ്വാദാണ് ചേച്ചിയുടെ സാമ്പാർ പൊടിയുടെ കൂട്ട് ഉപയോഗിച്ചിട്ട് സാമ്പാർ പൊടി ഉണ്ടാക്കിയാൽ. അപ്പോൾ ഇത്തവണ അതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് കിട്ടിയില്ല കേട്ടോ. വേറെ ഒന്നുമല്ല, കറിവേപ്പില. നല്ല വേനൽ തുടങ്ങിയാൽ നമ്മുടെ തൊടിയിൽ കറിവേപ്പിലയൊക്കെ വാടിപ്പോവും. നല്ല ഇലയൊന്നും കിട്ടാറില്ല. അതുകൊണ്ട് കറിവേപ്പില ചേർത്തിട്ടില്ല. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻറ്റും വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മളതിൽ 2 തരം മുളകും ഉപയോഗിക്കുന്നുണ്ട്. കാശ്മീരി മുളകും അതുപോലെ സാധാരണ വറ്റൽ മുളകും. എന്നിട്ട് ഇതെല്ലാം നമ്മൾ മില്ലിൽ കൊടുത്തിട്ടാണ് പൊടിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്ത് മില്ലുണ്ട്. അപ്പോൾ മില്ലിൽ വർക്ക് ചെയ്യുന്ന ചേച്ചിയുണ്ട് ഇവിടെ. ആ ചേച്ചി എടുത്ത് കൊടുത്തയച്ചാൽ അവർ പോയിട്ട് പൊടിപ്പിച്ച് കൊണ്ടുവന്ന് തരും. അങ്ങനെ അതുപോലെ ആ ചേച്ചി സാമ്പാർ പൊടിയൊക്കെ പൊടിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹോം മെയ്ഡ് സാമ്പാർ പൊടി. അതുപയോഗിച്ചിട്ട് അമ്മ സാമ്പാർ ഉണ്ടാക്കുകയാണ്. അപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. പക്ഷേ തേങ്ങ അരച്ച് ചേർക്കുന്നതിന് മുമ്പ് ഞാൻ ക്യാമറ ഓഫ് ചെയ്യാൻ പോവാണേ. നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.